ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നടത്തി തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് നോക്കാം. നിങ്ങൾ എന്ത് ആഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാൻ പോകുന്ന എന്താണ്? അതാണ് ചോദ്യം. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അപ്രതീക്ഷിതമായിട്ട് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നത് എന്താണ്? പ്ലീസ് കേറി മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് കേറി മീ. അപ്പാ ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ദ വേൾഡ്. Ace of Sword, Nine of Pentacle, Queen of Pentacle, Four of Pentacle. കുറച്ച് സാമ്പത്തികമാണ്, ലോട്ടറി അങ്ങനെ അടിക്കാൻ പോകുന്നു ആർക്കോ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. മജീഷ്യൻ. ഓക്കെ, അധികമായിട്ട് കാർഡ് വീണു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്ക് പറയാം. 1 വന്നിട്ടുണ്ട്, 9, 12, 1 വന്നിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ച് 4, 14, 15, 19, 9. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സും കൂടെ നോക്കാം. ഇതിൽ ലെറ്റേഴ്സ് വരും: C, U, Q, T, M, R, Z, M, I, K, N, M, I, E. എല്ലാ സോഡിയക് സൈൻ എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എടുക്കുമ്പോഴത്തേക്ക് ബാക്കി വരാത്തതും കൂടി ഇതിനും കൂടി വരും. ഓക്കെ, സോഡിയക് സൈൻ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ വിചാരിച്ച് കാണത്തില്ല ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടുമെന്ന്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അതിന് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതായിരിക്കും. ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ നിങ്ങളെ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഏതെങ്കിലും തെറ്റിന് നിങ്ങളെ സാക്ഷിയാക്കി, നിങ്ങൾക്ക് ഒരു തെളിവുമില്ല ഞാനല്ല അത് ചെയ്തത്, അല്ലെങ്കിൽ അത് ഞാനല്ല പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തെളിവായിട്ട് ഒന്നും നിരത്തി വയ്ക്കാൻ പറ്റാത്തതായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കുറ്റക്കാരനാക്കി അത് അവസാനം നിങ്ങൾ ഞാൻ തന്നെ അങ്ങ് ചെയ്തത് എന്നുള്ള രീതിയിൽ സ്വയം നിങ്ങൾ തന്നെ ഒരു വിഷമിച്ച് മാനസികമായി തളർന്ന് ബേർഡൻ അനുഭവിച്ച് എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചില കേസുകളാണോ? എന്തെങ്കിലും കേസാണോ? ചിലവർക്കാണ് കേസ് വരുന്നത്, മറ്റു ചിലവർക്ക് നിങ്ങളെ മാനസികമായി തളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതിന് സത്യമായിട്ടുള്ള കാര്യം പുറത്തു വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കത്ത പോലുമില്ല അത് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻ്റ് ആകുന്നത്. ഓക്കെ, യഥാർത്ഥ കുറ്റക്കാരൻ ആരെന്നും നിങ്ങൾ നിരപരാധിയാണെന്നും തെളിയാൻ പോകുന്നു. ഇതുപോലെയാണ് നിങ്ങളെ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി നിങ്ങളെ ക്രൂശിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടാൻ പോകുന്നു. ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. ആ ഒരു സംഭവത്തിൻ്റെ ക്ലാരിറ്റി കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ അത് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്തത് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻഡിക്കിൾ ആണ്. താങ്ക് യു യൂണിവേഴ്സ്. വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മഹത്വം കാണും. ഒരു കമൻറ്റ് ഞാൻ കണ്ടു, അവർ കുറേ നാളായിട്ട് റീഡിങ് കാണുന്നുണ്ട്. പല ആൾക്കാരുടെയും, എൻ്റെ അല്ല മറ്റു പല ആൾക്കാരുടെയും റീഡിങ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അതാ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും അവർക്ക് ഉറപ്പുണ്ട് വരത്തില്ല എന്ന്. അത് തന്നെയാണ് അവരുടെ ബ്ലോക്കേജും. ഓക്കെ, ഈ ടാരോ റീഡെന്ന് പറയുന്നത് ഇതൊരു വ്യക്തിക്ക് നോക്കാത്തത് കൊണ്ട് ഈ നടക്കുന്നത്, ഈ ഓൺലൈൻ വഴി നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് വഴി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അഫർമേഷനാണ്. നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട്, ഇപ്പം ഞാൻ പിക്ക് കാണിക്കുകയാണ്, എക്സാമ്പിൾ പറയുകയാണേ, ഇപ്പം ഞാൻ നിങ്ങളെ പിക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ ഒരു സമയം
നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അഫർമേഷനുണ്ട്, നിങ്ങളുടെ ഒരു സന്തോഷം. നിങ്ങൾക്ക് സന്തോഷിച്ച് ആ ഒരു കിട്ടുന്ന ഒരു ആ അഫർമേഷത്തിൻ്റെ എനർജി യൂണിവേഴ്സിലോട്ട് അങ്ങ് പവർഫുള്ളായിട്ട് വരികയും ഒരിക്കലും ഇരിക്കുന്ന പേഴ്സൺ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ആ ഒരു ശക്തി കാരണമാകും. ഓക്കെ, അത് ലോ ഓഫ് അട്രാക്ഷനാണ്. നിങ്ങളുടെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള അഫർമേഷനാണ് ആ സംഭവിക്കുന്നത്. അപ്പം ഈ ടാരോ റീഡിംഗ് പറയുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ. റീഡിങ് കാണുന്നുണ്ട്, പക്ഷേ അവരുടെ വിശ്വാസം ഒരിക്കലും വരത്തില്ല, അത് സംഭവിക്കാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും അതങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ റിലേഷൻ നേരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് സന്തോഷത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് പിന്നോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴെങ്കിലും നിങ്ങൾ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പൊക്കളയും എന്നൊക്കെ ഒരു തമാശയ്ക്കാണെങ്കിലും പറയുന്നത്, ഈ നമ്മുടെ വായിൽ കൂടി വരുന്നത് തമാശ എന്ന് പറയുന്നൊരു സാധനമില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം എനർജിയാണ്. ആ എനർജി യൂണിവേഴ്സിലേക്കുള്ള എനർജിയുമായി കണക്റ്റ് ചെയ്യുമ്പോൾ അതവിടെ ക്രിയ ചെയ്യപ്പെടും. ഓക്കെ, അപ്പം നമ്മുടെ വായിൽ നിന്ന് എന്താണോ പുറപ്പെടുന്നതെന്ന് സൂക്ഷിക്കുക. ഇതുവരെയും നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അതേ ശബ്ദം ഉപയോഗിച്ച് തന്നെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ എനർജിയെയും ഞാൻ ഈ നിമിഷം തന്നെ എല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയേണ്ടതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു സെൽഫ് എംപ്ലോയി, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് കുറച്ച് പണം നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടോ? അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ പണത്തിന് വേണ്ടി നിങ്ങൾ ഒരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽപ്പുണ്ടോ? നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ ആ പണം നിങ്ങൾക്ക് സാങ്ഷനായി വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്തിലാണോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിൽക്കുന്നത്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അതെനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യെസ്, നിങ്ങൾ അവസാനിപ്പിച്ച എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നു. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചു അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഇനി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് നടക്കത്തില്ല, അതൊക്കെ ഞാൻ മാറ്റി വെച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് നിങ്ങൾ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്യാവുന്നതാണിത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, കുറച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അത് സംഭവിക്കാതെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് റീ ഓപ്പൺ ആവാനാണ്. ദ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒന്ന് അവസാനിച്ചു, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തു, അത് വീണ്ടും ഓപ്പൺ ആയിട്ട് വരികയാണ്. ഒരു സക്സസ് ആണ് വരുന്നത്, ഒരു സെലിബ്രേഷനാണ് വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം അനുകൂലമായിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അബൻഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ല സക്സസ് ആയിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. താങ്ക് യു നോസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാമ്പത്തികമായിട്ടുള്ള നേട്ടം, അതാണ് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ആ ഒരു ജോലിക്ക് വേണ്ടി നിൽക്കുന്നതെന്നായിരിക്കത്തില്ല. മറ്റു ചില വ്യക്തികൾക്ക് സാമ്പത്തിക നേട്ടം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു നേട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. വന്നു ചേർന്നാൽ ഉടൻ തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എനിക്കും കൂടി സന്തോഷമാകും. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അപ്രതീക്ഷിതമാണ്, നിങ്ങളതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് സാലറിയും വർദ്ധിപ്പിക്കും, നിങ്ങൾക്ക് ജോലിക്കയറ്റം ലഭിക്കും. അത് നിങ്ങൾ മുന്നേ പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാര്യമല്ല ഇവിടെ സംഭവിക്കുന്നത്, അല്ലാതെയാണ് സംഭവിക്കുന്നത്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പം
വാർഡിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് തന്നെ ICUലോട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടോ ഒരു മാറ്റമാണ് വരുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സാലറി വർദ്ധിക്കുന്നുണ്ട്. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ആൾക്കാരുകൾ വന്ന് പോകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ സ്ഥാനക്കയറ്റം വരും. നിങ്ങളുടെ കീഴിൽ മറ്റുള്ള വ്യക്തികൾ ജോലി ചെയ്യുന്നതിന് ഇടയാകും. ഓക്കെ, നിങ്ങളതിൻ്റെ സൂപ്പർ കമാൻഡർ ആവും, നിങ്ങളായിരിക്കും കമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ലഭിക്കുമെന്ന്. ഓക്കെ, സാമ്പത്തികവും വർദ്ധിച്ച് ലഭിക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമുക്ക് റിലേഷൻ്റെതും കൂടി എടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്തട്ടെ. അതിൻ്റെ അഫർമേഷനാണ്, നിങ്ങൾ അഫർമേഷൻ പോലെ തന്നെ എടുത്തേക്കണം. ഓക്കെ, നിങ്ങളത് നിങ്ങളുടെ ഈ ഒരു പറയുന്ന സമയം തന്നെ ഈ എനർജി നിങ്ങൾ പിടിക്കണം. ഇത് എനിക്കുള്ള എനർജിയാണ്. ഓക്കെ, നിങ്ങളിത് ഇങ്ങനെ പിടിച്ചിരുന്നാലും കുഴപ്പമില്ല, നിങ്ങളിത് ആരും കാണുന്നില്ലല്ലോ. ഈ പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ സൗണ്ട് എനർജി ഇത് എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു എനർജിയെ നിങ്ങൾ അബ്സോർവ് ചെയ്യുക. ഇത് എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾ അബ്സോർവ് ചെയ്യുക. നിങ്ങളുടെ ബിലീവാണ് ഇത് നടക്കാൻ പോകുന്നത്. നിങ്ങളിത് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നവൻ മഹത്വം കാണും. ഓക്കെ, ഇതെനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതേ സംഭവിക്കൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു. മജീഷ്യൻ. എന്തുകൊണ്ടാണ് മജീഷ്യൻ? നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് വന്നു ചേരും. ഓക്കെ, നിങ്ങൾ മജീഷ്യനാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. താങ്ക് യു യൂണിവേഴ്സ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അത് തന്നെ ഇവിടെയും സ്പീഡ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മജീഷ്യനാണ്. മജീഷ്യൻ ആകുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കിതെല്ലാം ഈ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഇമോഷനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, ഒരുപാട് സ്നേഹവുമായിട്ട്. 2, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്ന ഫ്രണ്ട്സുകളൊക്കെ വളരെ സ്പീഡിന് തന്നെ നിങ്ങളുമായിട്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളുമായിട്ട് നിങ്ങളോട് കൂടെ വന്ന് ചേരും. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടാകും. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും പണം നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, നിങ്ങളുടെ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കും. യൂണിവേഴ്സിൻ്റെ ഒരു പവർ നിങ്ങളിലേക്ക് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സമയം തന്നെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും. എന്തോ ഒരു ശക്തി നിങ്ങളിലേക്ക് വരുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും. കാരണം അത്രയ്ക്ക് പവറാണ് ഈ മജീഷ്യനുള്ളത്. അതും സ്പീഡിലാണ് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്ക് പണം തരാനുണ്ടെങ്കിൽ ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അല്ല, തരാനുള്ള പണം അല്ലെങ്കിൽ തന്നെ മറ്റെവിടുന്നെങ്കിലും നിങ്ങൾക്ക് പണം വന്നു ചേരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾ അതിശയപ്പെടുന്ന വിധം നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും, അധികം താമസിക്കത്തില്ല. കുറച്ച് ദിവസങ്ങൾ, ഒരു 12 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ 12 മുതൽ 1 മാസത്തിനകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഇത് ആർക്കുള്ള എനർജിയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി തന്നെ വെച്ചോളൂ, കലണ്ടറിൽ നോട്ട് ചെയ്ത് തന്നെ വെച്ചോളൂ. അത്രയ്ക്ക് പവർഫുള്ളായിട്ട് ഈ ഒരു പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. 12 മുതൽ 1 മാസം. ഓക്കെ, ഈ കേൾക്കുന്ന സമയം മുതൽ 12 ദിവസം മുതൽ 1 മാസം വരെ ഓക്കെ ഉള്ള എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സിലേക്ക് ഏൽപ്പിക്കുന്നു. ഏറ്റവും അത്ഭുതമായി തന്നെ നടന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സിൻ്റെ ഏറ്റവും ശക്തിയേറിയ പവർഫുള്ളായിട്ടുള്ള എനർജി ഇതിലേക്ക് വരട്ടെ. ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സ്പീഡിൽ തന്നെ അത് സംഭവിക്കട്ടെ. താങ്ക് യു. എല്ലാ അനുഗ്രഹവും സംഭവിക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ ചില വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന പണം നിങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു, ചില കടങ്ങൾ തീർക്കാൻ. ആ ഒരു കടങ്ങൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് പണം ലഭിക്കുകയും നിങ്ങൾ അവർക്ക് പണം കൊടുക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ വീട്ടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്.
താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തെങ്കിലും പണവുമായിട്ട് ഒരു അടിപിടി എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് നിങ്ങൾ അപമാനിക്കപ്പെട്ട നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളെ ചതിച്ച വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ? പണവും വാങ്ങിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും രക്ഷവേടി പോയ വ്യക്തികളുണ്ടോ? അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ പണം നിങ്ങളിലേക്ക് തിരിച്ചു വരും. എല്ലാവർക്കുമുള്ളതല്ല, ചില വ്യക്തികൾക്കുള്ളതാണ് ഇത്. മറ്റു ചിലവർക്ക് നിങ്ങൾക്ക് പണം ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ കടം നിങ്ങൾ കൊടുത്തു തീർക്കും. ഓക്കെ, എങ്ങനെയുള്ള വ്യക്തികളാണ്? നിങ്ങൾ തങ്ങളെ അടികൂടിയിട്ടുണ്ടായിരിക്കാം, നല്ല രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായ വ്യക്തിയായിരിക്കാം, നിങ്ങളെ ചതിച്ച വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ ഒരുപാട് മാനസികമായി തകർത്ത് കൊണ്ടുപോയ വ്യക്തിയായിരിക്കാം. ആ വ്യക്തി വന്ന് നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊണ്ടുപോയ പണം നിങ്ങൾക്ക് തിരിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല ആ വ്യക്തി തിരിച്ച് വരുമെന്നോ പണം തിരിച്ച് തരുമെന്നോ. നിങ്ങൾ വിചാരിച്ച് ആ പണം പോയി, ഇനി അത് കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ ചില കാര്യങ്ങളായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആ പണം നിങ്ങളിലേക്ക് വന്ന് ചേരും. ഓക്കെ, അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ കമൻ്റ് ഇടുക. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ഇടുക, ഡേറ്റ് ഇട്ടിട്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ നിങ്ങൾ കമൻ്റ് ഇടുക. ഇത് സംഭവിച്ചിരിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. നിങ്ങൾ ചിലപ്പോൾ തള്ളിക്കളഞ്ഞായിരിക്കും, ഇനി എനിക്ക് ആ പണം കിട്ടാൻ പോകുന്നില്ല, പോട്ടെ, അവന് കർമ്മ ലഭിക്കട്ടെ, അല്ലെങ്കിൽ അവൾക്ക് കർമ്മ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് എന്താണ് ഈ വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അത്രയും സ്പീഡിൽ വരികയാണ്. ഒരു ഹാപ്പി ഫാമിലിയാണ് വരുന്നത്. ഒരു പ്രണയമാണ് നിങ്ങളിലേക്ക് ഓടി വരുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് വരുന്നത്. രണ്ടും കിങ് ഓഫ് കപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ചില തെറ്റിപ്പോയ ചില കാര്യങ്ങൾ, ഒരുപാട് ഇമോഷണലായിട്ട് തകർന്നു പോയ ചില കാര്യങ്ങൾ, ഒരുപാട് കട്ടയും കല്ലുകളൊക്കെ വന്ന് നിങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അതെല്ലാം യൂണിവേഴ്സിൻ്റെ പവർ വരികയാണ്. യൂണിവേഴ്സിൽ നിന്ന് ഒരു കുതിര, അതിശക്തിയേറിയ ഒരു കുതിരയെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കുകയാണ്. ഏറ്റവും അത്ഭുതമായി തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ നഷ്ടമായി പോയിരിക്കുന്ന ആ ഒരു ഇമോഷണൽ കാര്യം, അത് ബാലൻസിങ്ങിലേക്ക് കടന്നു വരികയാണ്. ഡിവൈനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളിലേക്ക് ഒരു ഐക്യം, നിങ്ങളുടെ ഒരു ഒത്തൊരുമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഇത് അവസാനിച്ചു, ഇതൊരിക്കലും എൻ്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. മറ്റ് ചില വ്യക്തികൾക്ക് പുതിയ വ്യക്തികളായിരിക്കും. ഒരു ഫാമിലി നിങ്ങൾ വിചാരിക്കും ഇനി എൻ്റെ പേഴ്സൺ പോയി, അത് നോ കോണ്ടാക്റ്റിലായിട്ടുള്ള വ്യക്തികളാണ്. നോ കോണ്ടാക്റ്റിൽ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ, അപ്പോൾ നോ കോണ്ടാക്റ്റിലും വരാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളിലേക്ക് വരത്തില്ല, ഇത് അവസാനിച്ചു, തീർന്നു, റിലേഷൻ അവസാനിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അത്ഭുതം നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇതൊക്കെ നിങ്ങളുടെ അഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാകൂ. നടക്കാനൊന്നും പോകുന്നില്ല, എല്ലാവരും ഇതുപോലെ തന്നെ പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുമായിട്ട് ചില വ്യക്തികൾ ഈഗോ കാണിച്ചിരുന്നെങ്കിൽ, നിങ്ങളുമായിട്ട് ഈഗോ പ്രശ്നത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അവസാനം വരികയാണ്. അവരുടെ ഈഗോ എല്ലാം പൊട്ടിച്ചെറിയാൻ പോവുകയാണ്. അവരുടെ ഈഗോ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു യൂണിവേഴ്സ്. അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ എവിടെയൊക്കെ ഈഗോയുടെ പേരിൽ റിലേഷനാണോ, ജോലിയാണോ, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ബന്ധങ്ങളാണോ എല്ലാം നിങ്ങളെ കെട്ടിവരിഞ്ഞ് വെച്ചിരുന്നുവെങ്കിൽ ആ കെട്ടിവരിഞ്ഞതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് പുറത്ത് വരാൻ പോവുകയാണ്. ചില ഈഗോകൾ കാരണം കെട്ടിവെച്ചിരുന്ന റിലേഷനാണോ അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യൂണിവേഴ്സിൻ്റെ മാലാക വന്ന് വെട്ടിയരിയുകയാണ്. വെട്ടിയരിഞ്ഞ് ആ ഈഗോ എല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ഫ്രീഡമായിട്ട്, ഓക്കെ, ഇന്നർ പവറോടുകൂടി നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഈ കാണുന്ന വ്യക്തികൾ ഉള്ളുകൊണ്ട് സ്ട്രോങ് ആയിരിക്കുന്നവർക്കുള്ള എനർജിയാണ്.
നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫ്രീഡം, നിങ്ങൾക്ക് വിജയമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുകയാണ്. നിങ്ങൾ എന്തിലൊക്കെയാണോ നിങ്ങൾ തടഞ്ഞു വെച്ചിരുന്നത് ആ തടവിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് ചാടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ സംഭവിക്കുന്നത്. യൂണിവേഴ്സ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകുന്ന നന്മകളാണ് ഇതൊക്കെ. ഓക്കെ, താങ്ക് യു. 9 ഓഫ് കപ്പ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? താങ്ക് യു. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നു, ബാലൻസിങ്ങിൽ വരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണോ നിങ്ങൾ കാണുന്നത് അതെല്ലാം നിങ്ങൾക്ക് പൂവണിയാൻ പോവുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി. ഓക്കെ, ഫുള്ള് സോഡിയാക് സൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ രാശികളും ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാ ഗ്രഹങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വരികയാണ്. റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന അതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ സ്ട്രെങ്തോട് കൂടി നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ കരസ്ഥമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു മിറാക്കിൾ ടൈമാണ് ഇപ്പോൾ. നിങ്ങൾ വിചാരിക്കത്തില്ല, ഇതൊരു മിറാക്കിൾ ടൈമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. ഒരു മിറാക്കിൾ ടൈമാണ്. നിങ്ങൾക്കൊരു ഗുഡ് ഫോർച്യൂണാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടഞ്ഞു കിടന്ന എല്ലാ പാതകളും നിങ്ങൾക്ക് ഓപ്പൺ ആവാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, ഈ വ്യക്തികളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു തരുമോ, അല്ലെങ്കിൽ ഈ വ്യക്തികളൊക്കെ എൻ്റെ വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്ന ആൾക്കാർ, ഞാൻ മുന്നോട്ട് പോകരുത്, എൻ്റെ ജീവിതം മുന്നോട്ട് പോകരുത്, അല്ലെങ്കിൽ ഞാനൊരു സക്സസ്സിൽ പോകരുത് എന്ന് വിചാരിച്ച് കുശുമ്പ് കുത്തി നിൽക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കടന്നുപോയി രക്ഷപ്പെടൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെങ്ത് വരെയാണ് നിങ്ങളുടെ ലൈഫിൽ. ഇന്നർ സ്ട്രെങ്ത്, ഇവിടെ ഇന്നർ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. സൺ അവിടെ വന്ന്, സണ്ണിലും വന്നിട്ടുണ്ട്. ഇത് മൊത്തം ഇന്നർ സ്ട്രെങ്ത്തിൻ്റെയാണ്. ഓക്കെ, ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പോകുന്ന കാര്യം. പുതിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് നോക്കാം. എന്ത് അത്ഭുതമാണ്, അപ്രതീക്ഷിതമായി എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് കേടി മി മദർ യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എന്താണ് അപ്രതീക്ഷിതമായിട്ട് റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്താണ് അപ്രതീക്ഷിതമായിട്ട് റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഹാപ്പി ഫാമിലിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 6, 16, 8, 2. അപ്പോൾ നിങ്ങളിത് മാസവും കൂടി എടുത്തേക്കണേ. ജൂൺ മാസവും 7 ആകുമ്പോൾ ജൂലൈ മാസം 8. ഓക്കെ, ഫെബ്രുവരി. ഓക്കെ, 8ാം മാസം ഏതാണ്? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം. ഓക്കെ, എണ്ണി എടുക്കുന്ന സമയം പോകും. അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. എല്ലാ സോഡിയക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം എടുത്തതിലും ഇപ്പോൾ എടുത്തതുമായിട്ട് എല്ലാ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ഓക്കെ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികളുടെ എനർജിയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എംബ്രാസ്, ഇതൊരു സോൾമേറ്റ് ആണ്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊരിക്കലും എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് വരും എന്ന് വിചാരിച്ചിരിക്കുന്നില്ല. അപ്രതീക്ഷിതമാണ്, നിങ്ങൾ ഓർക്കത്ത് പോലും ഇല്ല നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ വരും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഒരു മദറിങ് കെയർ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു പൊസിഷനിലുള്ള വ്യക്തിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വർക്കിംഗ് വുമൺ തന്നെയാണ് കാണിക്കുന്നത്. വർക്കിംഗ് മെന്നായാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജോലി ചെയ്ത് എല്ലാം സമ്പാദിച്ച് മറ്റുള്ളവർക്കും എല്ലാവരും നല്ല ദയോടും കരുണയോടും ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ഗ്രോത്തൊക്കെ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയാണ്, പുതിയ വ്യക്തിയല്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾ, ഇതും ഒരു മടക്ക യാത്രയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഒന്നും വേണ്ട, അവസാനിപ്പിച്ചു.
എന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് കടന്നുപോയ വ്യക്തി ഉണ്ടെങ്കിൽ, ഇതെല്ലാം തിരിച്ച് മടക്കി യാത്രയാണ്. ഇതിപ്പോൾ നിങ്ങളിൽ നിന്ന് പോണതല്ല, ഓൾറെഡി പോയി കഴിഞ്ഞ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. പോയ വ്യക്തികൾക്കുള്ള റെസനേറ്റ് ആകത്തേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇപ്പോഴും നിങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകത്തില്ല. നിങ്ങളെ ഒന്നുകിൽ നോ കോൺടാക്റ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ആ ഒരു ന്യൂസ് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കരിയറുമായിട്ട് ബന്ധപ്പെട്ട്, ചിലപ്പോൾ അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒരു ന്യൂസുമായിട്ട് നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോയ വ്യക്തി നിങ്ങൾ എന്നേക്കുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റ് അവസാനിപ്പിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. താങ്ക് യു നോസ്. ചില വ്യക്തികൾക്ക് പുതിയ നിങ്ങൾക്ക് പഠിത്തം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നെങ്കിൽ ചില പഠിത്തങ്ങൾക്കോ ജോലിക്കോ സാധ്യത കാണുന്നുണ്ട്. താങ്ക് യു നോസ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും, അതിൻ്റെ ന്യൂസുമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ് കാണുന്നത്. ഒരു ഹാർമണി കാണുന്നുണ്ട്. ഒരു ഐക്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. അപ്രതീക്ഷിതമായിട്ട് എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? പേഴ്സൻ്റെയും എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ചില സത്യങ്ങൾ വെളിപ്പെട്ട് അറിയാൻ പോകുകയാണ്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ ഇതുവരെയും സംശയമാണ്, അതിനെക്കുറിച്ച് ഒരു കാര്യവും നിങ്ങൾക്ക് അറിയാൻ വയ്യാതെ നിങ്ങൾ ടെൻഷനായി ഇരിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ യഥാർത്ഥ മുഖമായിരിക്കത്തില്ല നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ശരിക്കുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് സത്യമായി ഓപ്പൺ ആകാൻ പോകുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവാൻ പോകുന്നു. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം നിങ്ങളോട് വന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില വ്യക്തികൾ ശ്രമിക്കും. മറ്റു ചിലർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ശരിയായ മുഖം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. മറ്റു ചില വ്യക്തികൾ അതിനുശേഷം ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകും, പഴയതുപോലെ സന്തോഷത്തോട് വരും. എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം ഒരു ജീവിതത്തിലൊരു ന്യൂസുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. ആ കടന്നു വരുന്നതോടു കൂടി നിങ്ങൾ തങ്ങളെ വീണ്ടും ഒരു റീയൂണിയൻ സംഭവിക്കുകയും നിങ്ങൾ സന്തോഷത്തോടെ വീണ്ടും ആകുകയും ചെയ്യും. നിങ്ങളിൽ നിന്ന് അകന്നുപോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു ഹാപ്പി ഫാമിലിയാണ്. നിങ്ങളെ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ സ്നേഹവും കരുണയും നിങ്ങളുടെ ആ കെയറിങ്ങും എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ അധികമായി ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് പെൻറ്റിക്കിൾ ഒരു ഫാദർ ഫിഗറിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു സിംഗിൾ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ള വ്യക്തി ആയിരിക്കാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരു മദറിനെയും കാണിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. മീനിങ്ങാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ചൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് സമീപിച്ചെന്നിരിക്കും. ഒരു പുതിയ ബിസിനസ് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർത്ത് നടത്താം, നീ പണം ഇടുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. അബണ്ടൻസ് വരുന്നുണ്ട്. ഒരു സക്സസ് റിലേഷൻഷിപ്പ് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ചില വണ്ടികൾ വാങ്ങാൻ ഇടയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു വണ്ടി വാങ്ങുന്നു എന്നുള്ളൊരു ന്യൂസുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങിച്ച ന്യൂസ് നിങ്ങളുടെ പേഴ്സൺ അറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനോ മറ്റോ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നതായിരിക്കും. റീയൂണിയൻ സാധ്യമാകുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? വണ്ടി വാങ്ങുന്നതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ ഇടയിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുക. നമുക്ക് ക്ലൂസ് എടുക്കാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ക്ലൂസുകൾ, ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ക്ലൂസുകളും കൂടി നിങ്ങൾ ഉൾക്കൊള്ളണം. 6 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ കാര്യം പറഞ്ഞില്ലല്ലോ. 3 വന്നിട്ടുണ്ട്. 6 ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. 1 വന്നിട്ടുണ്ട്. പേജ് 11 2 ആണ്, ഫെബ്രുവരി മാസം. 14 വന്നിട്ടുണ്ട്. 16 വന്നിട്ടുണ്ട്. 16 നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് TES വന്നിട്ടുണ്ട്. GRZ P വന്നിട്ടുണ്ട്. KN B വന്നിട്ടുണ്ട്. B ഫോർ ബോൾ. J വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലൂസും കൂടി നോക്കാം. R എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. പാലക്കാട് വന്നിട്ടുണ്ട്.
FB വന്നിട്ടുണ്ട്, നിങ്ങൾ FB യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കും. ചിപ്പ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. യെസ് വീണ്ടും വന്നിട്ടുണ്ട്, നേരത്തെ വന്നതായിരുന്നു. ഡൽഹി വന്നിട്ടുണ്ട്. ഓക്കെ, ഹാഷ്മി വന്നിട്ടുണ്ട്. സീതു യതീഷ് വന്നിട്ടുണ്ട്. രാമനാട്ടുകര ചെറുവണ്ണൂർ വന്നിട്ടുണ്ട്. അമല വന്നിട്ടുണ്ട്. പ്രസീന, അരുണിമ, അജി, മിൽമ, ക്ഷീര കർഷകർ, KSRTC, ഗോകുൽ, കൃഷ്ണ, എ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ലൈല, ഫെബിൻ, ശ്രദ്ധ, 39, 43, 41 ഏജ് ആയിരിക്കാം. സീന, KVR, ആരിഫ, രാജേഷ്, ഷീജ, മുംബൈ, ഓട്ടോ, വാച്ചുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതായിരിക്കാം, അല്ലെങ്കിൽ വാച്ച് കടയിലെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. വർക്കല, ഫോൺ നമ്പറിൽ അവസാന നമ്പർ 8 ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കാം. ഓക്കെ, വെള്ള ഹാൻഡ് ബാഗ് നേരത്തെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആർക്കെങ്കിലും വെള്ള ഹാൻഡ് ബാഗ് ഉണ്ടോയെന്ന് കമൻറ്റിൽ വന്നില്ല. രാഹുൽ, വൈ, തേർഡ് പാർട്ടി, കുംഭം, നഴ്സ്, ശശികല, രാജശേഖരൻ, ഡാനിയേൽ, വയനാട്, ഒക്ടോബർ, ഷിപ്പ്, നഴ്സ്, വീണ്ടും നഴ്സ് വന്നു. നേരത്തെ ഒക്കെ നഴ്സ് വന്നെന്ന് തോന്നുന്നു. ഓക്കെ, വയനാട് 1983. ഓക്കെ, ഈ ക്ലൂസുകളും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു യൂണോസ്, താങ്ക് യു. ക്യാൻഡിൽ വാക്സ് റീഡിങ് കൂടി ചെയ്യുന്നതാണ്. ക്യാൻഡിൽ വാക്സ് റീഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ക്യാൻഡിൽ വാക്സ് റീഡിങ് ഏറ്റവും പവർഫുൾ റീഡിംഗ് ആണ്. ക്രിസ്തു ജനിച്ചതിന് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു റീഡിംഗ് ആണ്. അപ്പം ആ ഒരു സമയത്തുള്ള റീഡിങ് ക്യാൻഡിൽ വാക്സ് റീഡിംഗ് എന്ന് പറയും. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റീഡിംഗ് എടുക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, എനിക്കത് പെട്ടെന്ന് പഠിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കില്ല എന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണോസ്, താങ്ക് യു. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കുമോ? മറക്കാതിരിക്കട്ടെ എന്ന് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ചെയ്യാതെയാണ് ഒരു 69% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ പറഞ്ഞോളാം. ഒരുപാട് ആത്മാർത്ഥതയോടെ ചെയ്തിട്ട് അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ.